പണ്ട് നമ്മള് പുതുക്കോട്ടയിലെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ നീ പാടുമായിരുന്നില്ലേ? പണ്ട് പാടുമായിരുന്നു. ഇപ്പൊ നിനക്കെന്താ പറ്റിയ? ഇപ്പൊ പാടും. അതാ അപ്പൊ നീ പാടേണ്ടി വരി. അതിന് ശേഷം നീ ഇത് കുടിച്ചാ മതി. തണുപ്പതായതുകൊണ്ടല്ലേ? അതെ, ഞാൻ ഒരു ക്ലാസിക്കൽ പാടും. മതി. പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാദീപം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ ശുഭരാഗം കാറ്റിൽ ഉലയുന്നു മെല്ലെ ഇളകുന്നു കുളിരോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാദീപം പോലെ. ഇംപ്രൂവ് ചെയ്തോ? പിന്നെ ഞാൻ എന്താണെന്നറിയോ, ശരിക്കും ബിന്ദുജ പാടിയപ്പോ ഉണ്ടല്ലോ, എനിക്ക് ശരിക്കും നമ്മുടെ പഴയ മെമ്മറീസ്, നമ്മള് ബോട്ടില് ഷൂട്ടിങ്, ആ ബഹളം, അതെല്ലാം എനിക്ക് ഞങ്ങൾ പുതുക്കോട്ടെ പുതുമണവാൾ എന്ന് പറഞ്ഞിട്ട് ഒരു പടത്തില് രണ്ടുപേരും അഭിനയിച്ചിരുന്നു. ആ പടത്തില് ഒരു ഫുൾ സോങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ചായിരുന്നു, ഫുൾ ടൈം ഒരുമിച്ചായിരുന്നു. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ഇഷ്ടത്തിന് ആ വെള്ളത്തിൽ കളിക്കലും പെമ്പിള്ളാര് കൂടിയുള്ള ഒരു അവസ്ഥ. നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ അങ്ങനെ അങ്ങനെ ഒതുങ്ങി ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ഇച്ചിരി നിങ്ങൾ ഇത്രയോ ഒന്നും അല്ലെങ്കിലും ഒരു ചെറിയ രീതിയിൽ, ഒത്തിരിയോ ആയ അമ്മയുടെ ആദ്യം തല്ലി കിട്ടും. അതുകൊണ്ട് അത്രയൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് കോളേജിലൊക്കെ പോകുമ്പോൾ, ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചുമ്മാ എൻ്റെ പഴയ കോളേജസിലൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പൊ പഴയ ഫ്രണ്ട്സൊക്കെ പറയും, നീ ഉള്ളപ്പോ ഞങ്ങളൊക്കെ ഭയങ്കര ഡീസൻ്റ് ആട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ അറിയാതെ തന്നെ ചില സമയത്ത് ഈ എന്താ പറയുക പൂവാലന്മാരുടെ ഒക്കെ ഗ്യാങ്ങിൽ ഇവര് പെടുവായിരിക്കാം, പക്ഷെ നമ്മളുണ്ടെങ്കിൽ ഭയങ്കര എല്ലാവരും ഭയങ്കര ഡീസൻ്റ്. എന്തായാലും നീ എൻ്റെ അടുക്കളയിൽ വന്നാൽ ഐ എം സോ ഹാപ്പി. എന്തോരം വിശേഷങ്ങൾ കേട്ടു. എനിക്ക് വയ്യ, നീ ഡോക്ടർ ബിന്ദുജ മേനോൻ ആ ഒരു പദവിയിലെത്തി. ബട്ട് സ്റ്റിൽ എനിക്കത് അംഗീകരിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷം. ഐ ഫീൽ പ്രൗഡ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഡോക്ടറേറ്റ് കിട്ടിയാൽ ഐ എം സോ ഹാപ്പി. പക്ഷെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അറിയാം? ബിക്കോസ് ഞാൻ ഇപ്പോഴത്തെ ബിന്ദുജയല്ല അല്ല കാണുന്നത്. ഞങ്ങൾ എത്രയോ ഫ്രണ്ടായ ഒരു ബിന്ദുജയും ആനിയും തമ്മിലാണ് ഇപ്പം ഞങ്ങൾ വർത്താനം പറയുന്നത്. ഓഫ്കോഴ്സ് ഇപ്പം കാലം മാറി, അവർക്ക് ഭയങ്കര ഡോക്ടറേറ്റ് ഒക്കെ കിട്ടി. ഒരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് ഐ എം സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് പറയാലോ അല്ല ഇനി. ഐ എം സോ ഹാപ്പി. പിന്നെ മോളോട് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എൻ്റെ ഷോയിൽ വന്നത്. മാത്രമല്ല എൻ്റെ പിള്ളേരെ മോളെ എല്ലാവരും റെയറായിട്ടാണ് കണ്ടിരിക്കുന്നത് അല്ലേ? കണ്ടിട്ടേ ഇല്ല. ആൻറ്റിയുടെ പിള്ളേരെ മിക്കപ്പോഴും മാഗസിൻസിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പ്രേക്ഷകർ ആദ്യമായിട്ടാണ് ബിന്ദുജയുടെ മോളെ കാണുന്നത്. അതുകൊണ്ട് അതിലൊരു വലിയ സന്തോഷമാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയില്ല മോളെ കാണിക്കാൻ. ഭാഗ്യം എന്നാന്ന് വെച്ചാൽ അവള് ഡോക്ടറേറ്റ് ആണെന്നുള്ളത് പറഞ്ഞത് ഇപ്പൊ എന്റെ ഷോയിൽ കൂടിയാ. അത് മാത്രമല്ല മോളെ ഫസ്റ്റ് ടൈം കാണുന്നത് തന്നെ എന്റെ ഷോയിൽ കൂടെ അല്ലേ? സംതിങ് ഗ്രേറ്റ്. എന്റെ മോളോട് സ്പെഷ്യൽ താങ്ക്സ്. ആക്ച്വലി താങ്ക് യു പറയാനായിട്ട് ഇത്രയും നല്ല ഡിഷ് ഉണ്ടാക്കി തന്നല്ലേ. താങ്ക് യു. താങ്ക് യു ഡാ. എന്തായാലും ഡോക്ടറേറ്റ് കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ ഞാൻ സ്പെഷ്യൽ ഡിഷ് തന്നു. നോട്ട് ലൈക്ക് ദാറ്റ് യു ക്യാൻ ഹാവ് ദിസ് ഡ്രിങ്ക് ഓൾസോ. ഞാൻ പറഞ്ഞല്ലോ പാടി കഴിഞ്ഞാൽ തരാം. പിന്നെ എന്നാലും തണുപ്പ് അത്ര അങ്ങോട്ട് പോയി കേട്ടോ. വാട്ട് ഈസ് ദിസ്? ഇത് ഫ്രോസ്റ്റഡ് ലെമണേഡ് ആണ്. മോളും കഴിച്ചോളൂ. എന്നാന്ന് വെച്ചാൽ അത് നമ്മൾ വാനിലയും ലെമൺ ജ്യൂസും എല്ലാം കൂടി ഇട്ടേച്ച് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്ത് വെക്കുന്ന ഒരു സാധനം. അതിനകത്തോണ്ട് അവക്കെല്ലാം ഇഷ്ടം.